ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ് ഇന്ന്. ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ജീവിത മാറ്റങ്ങളുടെ ഒരു മാസമാണ്. കൂടാതെ രാമായണ മാസമാണ്, പിതൃക്കൾക്കായിട്ടുള്ള മാസമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഔഷധ സേവ നടത്താൻ പറ്റിയ മാസമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നൊരു മാസമാണ്. അതായത് ആദിത്യൻ കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്ന സമയത്തോടുകൂടി കർക്കിടക മാസത്തിൻ്റെ ആരംഭമായി. 2026 ജൂലൈ മാസം 17-നാണ്, അതായത് ഇന്ന് കർക്കിടകം 1 ആരംഭിക്കുന്നത്. 2026 ഓഗസ്റ്റ് 12-നാണ് കർക്കിടക വാവ് ബലി നടക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ ഔഷധ സേവയ്ക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ആ സേവിക്കുന്ന ഔഷധം കൃത്യമായിട്ടുള്ള ഫലങ്ങൾ കാണും എന്നുള്ളതാണ്. ഈ കർക്കിടക മാസത്തിൽ ഈ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ സസ്യാഹാരം അങ്ങനെയൊക്കെ പാലിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും വളരെ ഉത്തമമായിട്ടുള്ള കാര്യം. പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നടത്തുവാൻ അനുയോജ്യമായ മാസം കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. എന്നാൽ ഈ കർക്കിടക മാസത്തിൻ്റെ ആരംഭത്തോടെ കുറച്ച് നക്ഷത്ര ജാതകർക്ക് രാജയോഗ തുല്യമായിട്ടുള്ളൊരു ജീവിതം ലഭിക്കുവാനുള്ള യോഗങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇതുവരെ ഉയർച്ചകൾ ഇല്ലാതിരുന്നവരും അവഗണിക്കപ്പെട്ടവരും മറ്റ് ബുദ്ധിമുട്ടുകളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്കും ഇനി ഉയർച്ചയുടെ നാളുകളാണ് വരാൻ പോകുന്നത്. ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ ശരിയായിട്ടുള്ള പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുക. കഴിവതും കർക്കിടക മാസത്തിൽ പ്രകൃതിദത്തമായിട്ടുള്ള സസ്യാഹാരങ്ങൾ കഴിക്കുവാനും ശ്രമിക്കുക. ഈ സമയത്ത് വിഷ്ണു പൂജ, ശ്രീകൃഷ്ണ സ്വാമി പ്രാർത്ഥന, ലക്ഷ്മി പ്രാർത്ഥന, ലക്ഷ്മി ഹോമം, ലക്ഷ്മി പൂജ എന്നിവയൊക്കെ നടത്തുക. പറ്റുന്നവർക്ക് രാമായണ പാരായണം നടത്താവുന്നതാണ്. രാമായണ പാരായണം നടത്തുന്നവർ അല്ലെങ്കിൽ രാമായണം വായിക്കുന്നവർ സൂര്യാസ്തമനത്തിന് മുൻപ് അന്നത്തെ വായന, അതായത് വായിച്ച് നിർത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ളത് അടുത്ത ദിവസം രാവിലെ തുടങ്ങുക. പ്രധാനമായും ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, സാമ്പത്തികപരമായ ഉയർച്ച, രോഗശാന്തി എന്നിവ വന്നു ചേരുന്നതാണ്. അതോടൊപ്പം സന്തോഷം ഉണ്ടാകും, ഐശ്വര്യം, ദാമ്പത്യ സൗഖ്യം എന്നിവയൊക്കെ ഉണ്ടാകും. ഏത് രീതിയിൽ നോക്കിയാലും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും എന്നതിൽ സംശയമില്ല. ഈ കർക്കിടക മാസത്തിൽ ഐശ്വര്യം ലഭിക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ഏറ്റവും കൂടുതൽ ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ഈശ്വര അനുകൂലത ഉണ്ടാകുന്ന നക്ഷത്രമാണ് അശ്വതി. നിലവിലെ തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. വിദേശയാത്രയ്ക്ക് സാധ്യത ഉണ്ടാകുന്ന, വിദേശയാത്ര അല്ലാതെ തന്നെ വിദേശ ജോലിക്കും സാധ്യതയും അവസരങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ ഉയർച്ച വന്നു ചേരും. സമാധാന ജീവിതം വന്നു ചേരും. സന്താനങ്ങളെക്കുറിച്ചിട്ടുള്ള ദുഃഖങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നാളുകാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും. തൊഴിൽ പ്രവേശനം സാധ്യമാകുന്നൊരു സമയം, കീർത്തി ഉണ്ടാകുന്നൊരു സമയം, അംഗീകാരങ്ങൾ ലഭിക്കും, നല്ല ബന്ധങ്ങൾ വന്നു ചേരും. വിവാഹമായിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും ഒക്കെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു ചേരും. അതുവഴി ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. വിദേശ ജോലിക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാവിജയം ഉണ്ടാകുന്നൊരു സമയമാണ്. സൗഹൃദങ്ങൾ വഴി ധനലാഭം ഉണ്ടാകും. പ്രണയത്തിൽ വിജയം പ്രതീക്ഷിക്കാം. ശത്രുതകളൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയവും രോഗശാന്തിയൊക്കെ ലഭിക്കുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്ര ജാതകർക്ക് പുതിയ തൊഴിൽ പ്രവേശനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്.
പ്രധാനമായിട്ടും ഒരു കാര്യം. പല രീതിയിലും വരാം. വിദേശ ജോലിക്ക് യോഗം വന്നു ചേരും. കൂടാതെ തന്നെ ഒരു ഇടുങ്ങിയ ജീവിത രീതികളിൽ നിന്ന് മെച്ചപ്പെട്ടൊരു ജീവിത രീതിയിലേക്ക് മാറുവാൻ സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച മേഖലകളിൽ കാര്യങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ മേഖലകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യും. മനസ്സിനിണങ്ങിയ വിവാഹബന്ധങ്ങൾ വന്നു ചേരും. കുടുംബാന്തരീക്ഷം ശാന്തകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരും. സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ബന്ധുബലം വർദ്ധിക്കുന്നൊരു സമയമാണ്. ഇതോടൊപ്പം തന്നെ വാഹന ലാഭം, ഭൂമി ലാഭം എന്നിവയും വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് പുണർദം നക്ഷത്രം. പുണർദം നാളുകാർക്കും ഈശ്വരകൃപ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ അകന്നു പോകുന്നൊരു സമയമായിരിക്കും. കൂടാതെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക്, രോഗാവസ്ഥയ്ക്ക് മാറ്റങ്ങളുണ്ടാവും. നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഗൃഹവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുവാൻ സാധിക്കും. പ്രധാനമായിട്ടും നാഡീരോഗം പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ പരിഹാരം ഉണ്ടാകും. തൊഴിൽ പുരോഗതിയും ധനലാഭവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന സമയമാണ്. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കുവാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ്. തുടർന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യം ഉണ്ടാകുന്നൊരു കാലമാണ്. കുടുംബജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. ഭൂമി, ഗൃഹം എന്നിവ വാങ്ങുവാനുള്ള യോഗമുണ്ടാകും. പിരിഞ്ഞ് താമസിക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും. രണ്ട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുമാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പിരിഞ്ഞ് ജീവിക്കുന്നവരുമാകാം. അപകട നിലകൾ തരണം ചെയ്യുമെന്നുള്ളതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള അപകട നിലകളിൽ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ശത്രുത മാറിക്കിട്ടും. ഔഷധ സേവയിൽ നല്ല ഫലമുണ്ടാകും. മാതൃസ്നേഹം വർദ്ധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. പ്രശ്നങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥന നടത്തുന്നതും വളരെ ഉത്തമമായി തീരും. തുടർന്ന് അത്തം നക്ഷത്രം. വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഭാഗ്യമായിട്ടുള്ളൊരു സമയമാണ്. ഭാഗ്യം വന്നു ചേരുന്നൊരു സമയമാണ്. എപ്പോഴും ഒരു ഈശ്വര കടാക്ഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നൊരു സമയമായിരിക്കും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കുവാൻ സാധിക്കും. പ്രേമ വിവാഹങ്ങൾ നടക്കുവാൻ യോഗം വന്നു ചേരും. ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനിലയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിനിണങ്ങിയ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. അത് പ്രേമവിവാഹവുമാകാം, അറേഞ്ച്ഡ് മാരേജുമാകാം. തൊഴിൽ പ്രവേശനമുണ്ടാകും. ഇപ്പോഴുള്ള അലച്ചിലുകളൊക്കെ ഒരു അവസാനമുണ്ടാകും. മഹാവിഷ്ണു പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. തുടർന്ന് വരുന്നത് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് കൊണ്ടുള്ള സംരംഭങ്ങളൊക്കെ വിജയിക്കും. നേതൃസ്ഥാനം അലങ്കരിക്കുവാൻ സാധിക്കും. വിവാഹ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരും. അറിയാവുന്ന തൊഴിലിൽ നിങ്ങൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിൽ ഉന്നതി ഉണ്ടാകും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് മൂലം നക്ഷത്രം. മൂലം നക്ഷത്ര ജാതകർക്കും തൊഴിൽ പുരോഗതി തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്ന്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. തകർന്നു പോയ ബിസിനസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. എല്ലാവരാലും അംഗീകരിക്കുന്ന ഒരവസ്ഥയിൽ എത്തും. രോഗശാന്തി ഉണ്ടാകും. ജീവിതത്തിൽ വിജയിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വാഹന ലാഭം ഉണ്ടാകും. സഹോദര സഹായം ഉണ്ടാകും. ജീവിത വിജയം കൈവരിക്കും എന്നുള്ളതാണ്. തുടർന്ന് പൂരാട നക്ഷത്രം. പ്രധാനമായിട്ടും ധനപുരോഗതി ഉണ്ടാകും. നിധി പോലെയുള്ള കാര്യങ്ങൾ കൈവശം വരുവാൻ സാധ്യതയുണ്ട്. ഈ നിധി എന്ന് പറയുമ്പോൾ വിചാരിക്കും പോലെയല്ല, ലോട്ടറിയോ ഷെയർ മാർക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുവഴി പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല എന്ന് മാത്രം. അതിലും എത്രയോ വലിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ധനപുരോഗതി ഉണ്ടാകുന്നത്. പഠിച്ച മേഖലയിൽ തൊഴിൽ സാധ്യത ഉണ്ടാകും. ഇഷ്ടവിവാഹം, വാഹനം, ഭൂമി, ഗൃഹം എന്നിവ വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വന്നു ചേരുവാനോ ഒക്കെയുള്ള സമയം ഉണ്ടാവും. സർക്കാർ ജോലിക്ക് സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രം. തൊഴിലിൽ നിന്നും നല്ല ലാഭം പ്രതീക്ഷിക്കാം. നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലിൽ ലാഭം ഉണ്ടാകും. പുതിയ അവസരങ്ങൾ മുന്നിൽ വരും. സാമ്പത്തിക പുരോഗതി വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള അവസരങ്ങളുണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ശത്രുത മാറിക്കിട്ടും. പ്രതീക്ഷിക്കാത്ത ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും.
വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥകളുണ്ടാകും. ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയം കൂടിയായിരിക്കും ഇത്. അപ്പോൾ ഈ രീതിയിലാണ് കർക്കിടക മാസത്തിൻ്റെ ആരംഭത്തോടെ ജീവിത വിജയം കൈവരിക്കുന്ന നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.